നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂരിൽ എസ് രവീന്ദ്രൻപിള്ള അനുസ്മരണം നടത്തി. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എസ് രവീന്ദ്രൻപിള്ളയുടെ 10ാമത് ചരമദിനം ആയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ആയൂരിൽ CPMനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു എസ് രവീന്ദ്രൻപിള്ള. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പൊതുജനങ്ങളുടെയാകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആയൂരിലെ ജനകീയനായ നേതാവായിരുന്ന രവീന്ദ്രൻപിള്ളയുടെ അനുസ്മരണത്തിൽ CPMന്റെ പ്രമുഖരായ നേതാക്കളും പാർട്ടി അംഗങ്ങളും പങ്കെടുത്ത് അനുശോചനം രേഖപ്പെടുത്തി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. മാതൃകാപരമായി ധീരമായി നേതൃത്വം നൽകിയ നേതാവ് തന്നെയായിരുന്നു സഖാവ് രവീന്ദ്രൻ. സഖാവ് രവീന്ദ്രൻപിള്ള CPIMന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം, എടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ഏതാണ്ട് ആയൂരിന്റെ അവസാന വാക്കെന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരവസാന വാക്കുപോലെ ആയൂരിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. UDFന്റെ കുത്തകയായിരുന്ന ആയൂരിൽ പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന് രായെന്നോ പകലെന്നോ ഇല്ലാതെ സ്വയം സമർപ്പിതമായൊരു ജീവിതമായിരുന്നു സഖാവ് രവീന്ദ്രൻപിള്ളയുടേത്. ഇവിടെ ഈ ഓഫീസ് നിർമ്മിക്കുന്നതിന്, അതുപോലെ ഇവിടെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും രാപകലഞ്ഞി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയൂരിൽ വന്നിറങ്ങുന്നവരെ എല്ലാം സംരക്ഷിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി വിടുന്ന കാര്യത്തിൽ എനിക്കുൾപ്പെടെ രാത്രിയുടെ ഒരു 3 മണിക്ക് ഇവിടെ കാസർഗോഡ് നിന്ന് നമ്മളിവിടെ വന്ന് ബസ്സിലിറങ്ങിയാൽ ഇവിടുന്ന് കാപ്പിയും മേടിച്ച് തന്ന് വീട്ടിലേക്ക് പോകാനുള്ള ആട്ടോയും വിളിച്ച് തന്ന് വിടുന്ന സുരക്ഷിതമായ ഒരു കരമായിരുന്നു സഖാവ് രവീന്ദ്രൻപിള്ള. വളരെ അകാലത്തിലാണ് ആ സഖാവിന്റെ വേർപാട് CPIMന് അനുഭവപ്പെട്ടത്. സഖാവിന്റെ 10ാമത് ചരമവാർഷിക ദിനമാണെന്ന്. ഈ ദിനം CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേർപാട്, സഖാവ് രവീന്ദ്രൻപിള്ളയുടെ വേർപാട് മൂലം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇതൊന്നും ഒരു പരിഹാരമല്ല. എങ്കിൽ പോലും സഖാവിന്റെ ദീപ്തമായ സ്മരണ CPIMന്റെ മുന്നോട്ട് പോക്കിന്, വർഗബഹുജന സംഘടന പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മികവ് എന്നും പൊതുപ്രവർത്തകർക്ക് മാതൃകയാകുന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണ ഈ 10ാം വാർഷിക ദിനത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.